ഹലോ ഗൈസ്, ഇന്നൊരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കൂടെ മാമിയുണ്ട്. അപ്പോൾ മാമിയുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്ത് വരെ ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ വീടിൻ്റെ മാമിയുടെ കുറ്റിയടിയുടെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പിട്ടെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് നമ്മുടെ കിങ്ങിണിക്ക് ലൈസൻസ് എടുക്കുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ ലൈസൻസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ് 1 വർഷത്തേക്കാണ് നല്ല ലൈസൻസ് തരുന്നത്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. അപ്പോൾ അത് പുതിയതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് പഞ്ചായത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കോപ്പിയൊക്കെ എടുത്തിട്ട് പഞ്ചായത്തിലൊക്കെ ഒന്ന് കയറിയിട്ട് അവിടുന്ന് ഫോം മേടിച്ചിട്ട് അവിടുന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ കൊടുത്തു. അപ്പോൾ അന്ന് തന്നെ നമുക്ക് ലൈസൻസ് ഒന്നും കിട്ടത്തില്ല. അവരൊരു ഡേറ്റ് പറയും, ആ ഡേറ്റിൽ വരണം. അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി മാമിക്ക് ഇനി കൊളനട ബ്ലോക്ക് വരെ പോകണം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വഴിയിൽ കപ്പ കണ്ടത്. കപ്പ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ട് തന്നെ മാമി എവിടെ കണ്ടാലും മേടിക്കും. അങ്ങനെ കപ്പ കുറേ മേടിച്ചു. അപ്പോൾ എനിക്കൂടെ മേടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പന്തളം ബ്ലോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ കൊണ്ട് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ വാതിൽക്ക് വിനായക ചായക്കട എന്ന് പറഞ്ഞുള്ളൂ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്തോ ടേസ്റ്റായിരുന്നു അറിയോ. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. അപ്പം ഞാൻ ചായ കുടിക്കത്തില്ല. അപ്പം സുഖ്യനൊക്കെ ഉണ്ടായിരുന്നു. സുഖ്യന് പരിപ്പ് വട ഓരോന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ ആ സമയത്തുണ്ടാക്കുന്ന സാധനമാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് സുഖ്യം മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാമി ചായ കുടിച്ചു, ഞാൻ സുഖ്യം മാത്രം കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇനി അതുവഴി കാണാൻ പോകുമ്പോൾ ഇനി ഒന്നുകൂടെ കയറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയും ഇവർക്ക് എവിടെ പോയാലും തീറ്റയേ ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ കുറച്ച് പാഴ്സലോടെ മേടിക്കണമായിരുന്നു വീട്ടിൽ കൊണ്ടുപോകാൻ. പിന്നെ അവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടന് ബോണ്ട ഉണ്ടാക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് ബോണ്ട ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കയ്യിലിങ്ങനെ ഉരുട്ടിയിട്ട് അപ്പോൾ തന്നെ ഞാനങ്ങ് വീഡിയോ എടുത്തു. ആ ചേട്ടൻ അറിഞ്ഞത് പോലും ഇല്ല. അപ്പോൾ തിന്നപ്പോൾ ടേസ്റ്റ് തോന്നിയപ്പം വീട്ടിലൂടെ മേടിച്ചുകൊണ്ട് പോകാൻ നോക്കി. അപ്പം മാമി കുറേ മേടിച്ചു തന്നു. എന്താ വെള്ളം കാണുന്നതിൻ്റെ കണ്ണൂർ ബോണ്ടെന്ന് അതിൻ്റെ പേര്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കേട്ടോ. ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുള്ള് ചിലവ് മാമിയാണ് കേട്ടോ. അപ്പം മാമി ഞങ്ങൾക്കും കുറച്ച് മേടിച്ചു തന്നു. കുറേ ഉള്ളിവടയും കുറേ കണ്ണൂർ ബോണ്ടയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കണ്ണൂർ ബോണ്ട ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്നാണ് ഫസ്റ്റ് കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ കുറച്ച് മാമിയും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കുറച്ച് മേടിച്ചു തന്നു. അങ്ങനെ വഴിയിൽ കുറേ പർച്ചേസിങ് ഞങ്ങൾക്ക് നടത്തിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പം മീനുണ്ടായിരുന്നു. അപ്പം മത്തി 1.5 കിലോ 100 പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ എഴുതി വെച്ച് കച്ചവടം. അപ്പം ഞങ്ങൾ കുറച്ച് മത്തി എനിക്കും മേടിച്ചു തന്നു കേട്ടോ മാമി. എനിക്കും മേടിച്ചു, മാമിക്കും മേടിച്ചു മീൻ. അപ്പം ഇല്ലേ കുഞ്ഞ് മത്തി ഉണ്ടല്ലോ, ചിലയിടത്തൊക്കെ ചാളയെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്തി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു.
പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില. സവാളയോ കിഴങ്ങോ ഉള്ളി എന്തുണ്ടാക്കിയോ മാമി മേടിച്ചു. അപ്പോൾ എൻ്റെ വണ്ടി നിറച്ച് ഫുള്ള് ലോഡായി. ഇനിയിപ്പോൾ മാമിക്ക് ഫോണൊന്ന് റീചാർജ് ചെയ്യണം. അപ്പോൾ ഫോൺ റീചാർജ് ചെയ്യാൻ ഞങ്ങൾ കടയിൽ കയറി. ഇനി നേരെ വീട്ടിലോട്ട്. ഇനി ഒന്നും മേടിക്കാനില്ല. ഇനി നേരെ വീട്ടിലോട്ട് ചെന്ന് ലോഡൊക്കെ ഒന്ന് ഇറക്കി വെക്കുക. മാമിയുടെ കൂടെ പോയാൽ അങ്ങനെയാണ്. മാമി പൈസ കണ്ടെന്നുണ്ടെങ്കിൽ മാമി എന്തും മേടിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ. വേണ്ട ഞാൻ